ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശിഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ ചരിത്രപരമായ ആക്റ്റുകളെ കുറിച്ചാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരാൻ കാരണമായ ആക്റ്റുകൾ അഥവാ നിയമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. ഈ റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് വർഷം മറക്കരുത് 1773. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരാൻ കാരണമായ ആദ്യത്തെ നിയമം അഥവാ ആക്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. The name of the act passed by the British government to control the political affairs of the East India Company in India. The name of the act passed by the British government to control the political affairs of the East India Company in India. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയന്ത്രിത റെഗുലേറ്റ് ചെയ്യുന്ന നിയന്ത്രിത നിയമമാണ് ഏത്? ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന വർഷം ഏത് വർഷമാണ്? 1773. അതായത് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ആരെ നിയന്ത്രിക്കുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ കൊണ്ടുവന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്തുവാൻ മാത്രമേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അനുമതി അല്ലെങ്കിൽ അനുവാദം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരം നടത്തുന്നതിനുപരിയായിട്ട് ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ബംഗാൾ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം ദ്വിഭരണ സംവിധാനം നടപ്പിലാക്കുന്നു. ഇതെല്ലാം കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടപെടുന്നതും ഈ ദ്വിഭരണവും റോബർട്ട് ക്ലൈവിൻ്റെ ദ്വിഭരണ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് ഏത്? ഈ റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. മറക്കരുത്, വർഷം 1773 laid the foundation of central administration in India. ഈ റെഗുലേറ്റിംഗ് ആക്ട് കാരണം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം, അതാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഈ ആക്ട് ആണ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഇന്ത്യയിൽ എന്താണ്? സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറ പാകിയ ആദ്യ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. The government of Bengal was made the governor of Bengal. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിന്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ആണ് ദ ഗവൺമെന്റ് ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതായത് ബംഗാൾ ഗവർണർ എന്ന് പറയുന്ന തസ്തിക എടുത്തു മാറ്റുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന തസ്തിക കൊണ്ടുവരാൻ കാരണമായ നിയമവും ഏതാണ്? ഈ റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. അപ്പോൾ ഈ ബംഗാൾ ഗവർണർ എന്ന പദവി മാറുന്നു. ഏത് പദവി വരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ബംഗാൾ ഗവർണർ ജനറൽ എന്ന് പറയുന്ന തസ്തിക നിലവിൽ വരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ബംഗാൾ ഗവർണർ ജനറലിന്റെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ 4 എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം നിയമിക്കുന്നു. അതായത് ഈ 4 എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം മാത്രമേ ബംഗാൾ ഗവർണർ ജനറലിന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് ബംഗാൾ ഗവർണർ ആയിരുന്ന തസ്തിക മാറ്റിയിട്ട് ഏത് തസ്തിക കൊണ്ടുവരുന്നു? ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ തസ്തിക കൊണ്ടുവരിക. ഈ തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിക്ക് എന്താണ് കൂടെ 4 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നിയമിച്ചു കൊടുക്കുക. ഇപ്പം ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തോട് കൂടിയ ഈ ബംഗാൾ ഗവർണർ ജനറലിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാധിക്കത്തുള്ളൂ. അതാണ് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്ന നിയമത്തിന്റെ പ്രത്യേകത. ഫസ്റ്റ് ബംഗാൾ ഗവർണറായ വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ബംഗാൾ ഗവർണർ, ബംഗാളിലെ ആദ്യത്തെ ഗവർണറായ വ്യക്തിയാണ് ആര്? റോബർട്ട് ക്ലൈവ്. ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് ബംഗാൾ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഫസ്റ്റ് ബംഗാൾ ഗവർണർ. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഈ ബംഗാൾ ഗവർണർ എന്ന് പറയുന്ന തസ്തിക മാറ്റിയിട്ട് എന്താവുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവി വരെയാണ്.
അങ്ങനെ ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. ആരാണ് വാറൻ ഹേസ്റ്റിംഗ്? ഈ വാറൻ ഹേസ്റ്റിങ്ങിനാണ് 4 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയൊക്കെ കൊടുക്കുന്നതും. അവരുടെ അഭിപ്രായ പ്രകാരമേ ഏത് കാര്യത്തിലാണെങ്കിലും അവരുടെ മെജോറിറ്റിയും കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ ഈ വാറൻ ഹേസ്റ്റിങ്ങിന് എന്താവൂ ഈ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം നൽകുന്നുള്ളൂ. The first Supreme Court established in British India under the Regulating Act. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് അടുത്തത്. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി നിലവിൽ വരാൻ കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. ഈ സുപ്രീം കോടതി എവിടെയാണ് നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത്. നിലവിൽ വന്ന വർഷം എന്നാണ് 1774. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം തൊട്ടടുത്ത വർഷം 1774 കൊൽക്കത്തയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി നിലവിൽ വരുന്നു. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കൊൽക്കത്ത സുപ്രീം കോർട്ട് സർ എലിജ ഇംബെ. അപ്പോൾ സർ എലിജ ഇംബെയാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ വ്യക്തി. ആരാണ്? സർ എലിജ ഇംബെ. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണവും കൂടെ ഓർത്ത് വെച്ചോണം 3+1. അതായത് 3 ജഡ്ജസും ടോട്ടൽ 4 ജഡ്ജസ് എന്നേ പറയൂ. ചീഫ് ജസ്റ്റിസിനെ കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാ പറയുന്ന? ടോട്ടല് 4 ജഡ്ജസ് ആയിരുന്നു. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ടോട്ടൽ ജഡ്ജസിന്റെ എണ്ണം എത്രയാണ്? 4 ജഡ്ജസ്. 3 ജഡ്ജും 1 ചീഫ് ജസ്റ്റിസും കൂടെ ചേർത്ത് ടോട്ടൽ എത്ര ജഡ്ജസ് എന്നറിയപ്പെടുന്നു? 4 ജഡ്ജസ് എന്നറിയപ്പെടുന്നു. അതേസമയം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 3 പ്രസിഡൻസികൾ ഉണ്ടായിരുന്നു. 1 ബംഗാള്, 2 ബോംബെ, 3 മദ്രാസ്. ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് 1773 ആക്ട് പ്രകാരം ഈ ബോംബെയും മദ്രാസിനെയും ബംഗാളിന്റെ കീഴിലാക്കി. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഈ ബോംബെ മദ്രാസിനെയും ഏതിന്റെ അണ്ടറിലാക്കി? കീഴിലാക്കി. ഈ ബംഗാളിന്റെ കീഴിലാക്കി റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. ഇത്രയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. നമുക്ക് ഒന്നുകൂടി ഇത് ഡിസ്കസ് ചെയ്യാം. റെഗുലേറ്റിംഗ് ആക്ട് 1773 ശ്രദ്ധിക്കണം. ദ നെയിം ഓഫ് ദ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു കൺട്രോൾ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയന്ത്രിത നിയമം ഏതെന്ന് ചോദിച്ചാൽ 1773 ഏത് ആക്ട് ആണ്? റെഗുലേറ്റിംഗ് ആക്ട്. ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറ പാകിയ ഏത് നിയമമാണ്? അടിത്തറ പാകിയ ആദ്യ നിയമമാണ് ഏത്? ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട്. ദ ഗവൺമെന്റ് ഓഫ് ബംഗാൾ വാസ് മെയ്ഡ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതായത് ബംഗാൾ ഗവർണർ എന്ന് പറയുന്ന പദവി മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവി കൊണ്ടുവന്ന നിയമമാണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. ഫസ്റ്റ് ബംഗാൾ ഗവർണറായ വ്യക്തി മറക്കരുത്, റോബർട്ട് ക്ലൈവ് ആണ്. ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായ വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിംഗ്. ദ ഫസ്റ്റ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ ദ റെഗുലേറ്റിംഗ് ആക്ട്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി നിലവിൽ വരാൻ കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്, വർഷം 1773. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ എവിടെയാണ് സുപ്രീം കോടതി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് നിലവിൽ വന്നത്. നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1774. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കൊൽക്കത്ത സുപ്രീം കോർട്ടാണ് ആര്? സർ എലിജ ഇംബെ. ആരാണ്? സർ എലിജ ഇംബെ. അപ്പോൾ നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ ആധുനിക നിയമങ്ങളെല്ലാം നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആധുനിക നിയമങ്ങളെല്ലാം നടപ്പിലാക്കിയത്. അപ്പോൾ ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ആ ക്വസ്റ്റ്യൻ തന്നെ റെഗുലേറ്റിംഗ് ആക്ട് വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. അപ്പം നമ്മൾ മറക്കരുത് 1773 ആണ്. പിന്നെ രണ്ടാമത് ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊൽക്കത്ത സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1774 കൊൽക്കത്ത സുപ്രീം കോടതി നിലവിൽ വന്നത്. ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബംഗാൾ ഗവർണറും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ബംഗാൾ ഗവർണർ ആണ് ആര്? റോബർട്ട് ക്ലൈവ് ആണ് ഫസ്റ്റ് ബംഗാൾ ഗവർണർ.
ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ബംഗാൾ ഗവർണർ ജനറലായ വ്യക്തി. പിന്നീട് പറയാനാണെങ്കിൽ ഈ പറയുന്ന കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ടോട്ടൽ ജഡ്ജിൻ്റെ എണ്ണം എത്രയാണ്? ടോട്ടൽ ജഡ്ജിൻ്റെ എണ്ണം 3+1 ടോട്ടൽ എത്രയാണ്? 4 ജഡ്ജസ് ആണ്. ടോട്ടൽ 4 ജഡ്ജസ് ആണ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ കാരണമാകുന്ന ആദ്യത്തെ നിയമമാണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇത്രയുമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. നമ്മുടെ വരുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി. താങ്ക്സ്.